ജനാധിപത്യ വിപ്ലവം നടന്നൊന്നുമല്ല, ശരിക്കും മുതലാളിത്തം. ഈ മുതലാളിത്ത സമൂഹത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു നാട്ടിൽ സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമായിട്ട് പരിശോധിച്ചാൽ നല്ല മെച്ചപ്പെടൽ നേടാൻ അവർക്ക് സാധിച്ചു. സാമ്പത്തിക സ്ഥിതി വെച്ച് പരിശോധിച്ചാൽ മറ്റിതര സംസ്ഥാനങ്ങളെക്കാളും പിന്നിലാണ് നമ്മൾ. പക്ഷെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ട് എങ്ങനെ മുന്നോട്ടേക്ക് പോയി എന്നുള്ളത് കേരളത്തിന്റെ പാഠം ലോകം പഠിക്കേണ്ടതാണ് എന്നാണ് അമർത്യ സെൻ പറഞ്ഞതിൻ്റെ പൊരുൾ. അത് വീണ്ടും അദ്ദേഹം ഇപ്രാവശ്യം കഴിഞ്ഞ കൊല്ലം അത് സെമിനാറിൻ്റെ ഭാഗമായിട്ട് ഒന്നുകൂടി ആവർത്തിച്ച് വിശദീകരിച്ചു. മാറ്റാണ്, വലിയ മാറ്റമാണ്. വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായോ? പൂർണ്ണമായിട്ടില്ല. കേരളത്തിൻ്റെ ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൻ്റെ ആവശ്യകതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പുതിയ കണ്ടെത്തലുകളും ചർച്ചകളും ഇവിടെ 10-12 സെഷനിൽ 2 പ്രധാനപ്പെട്ട പ്രത്യേക സെഷൻ ഉൾപ്പെടെ 14 സെഷനിൽ ഇന്ന് വൈകുന്നേരം 4:30 മണി വരെയുള്ള ചർച്ച നമ്മൾ നടത്താൻ പോകുന്നത് ഈ മേഖലയിലാണ്. അതിൽ ജൻസി ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജുകളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുമായിട്ട് എങ്ങനെ ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിന് ശക്തിപ്പെടാൻ കഴിയും, ബന്ധപ്പെടാൻ കഴിയും, അവർക്ക് എങ്ങനെയാണ് ഈ കഴിഞ്ഞ 30 കൊല്ലക്കാലത്തെ അനുഭവങ്ങൾ അവർക്ക് സ്വായത്തമാക്കാൻ ആവശ്യമായ ഫലപ്രദമായ ഇടപെടൽ നടത്താൻ നമുക്കാവുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട്. ചർച്ച ചെയ്യണം. ഇവിടെ നിൽക്കാൻ പോകുന്നില്ല. അതൊരു പ്രപഞ്ച നിയമമാണ്, മാറ്റാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റത്തിനനുസരിച്ച് പുതിയ തലമുറയും ആ തലമുറയുടെ ഇന്നത്തെ ഒരു രീതിയുണ്ട്, ആ രീതിയുടെ വ്യത്യസ്തതയും എല്ലാം മനസ്സിലാക്കി ജനങ്ങളുടെ മുഴുവൻ, അല്ലാതെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം, ജനങ്ങളുടെ മുഴുവൻ ആസൂത്രണ പ്രക്രിയയായി ജനകീയ ആസൂത്രണത്തെ മാറ്റാൻ നമുക്ക് കഴിയണം. അതിന് പുതിയ തലങ്ങളിലേക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. പുതിയ ജൻസി വിഭാഗത്തെ നമുക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർ വളരെ സീരിയസ് ആണ്. നമ്മളെല്ലാം ധാരണ എന്താ പറഞ്ഞാൽ ഇതെല്ലാം ഫോണും നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒന്നും തിരിയാത്തൊരു വിഭാഗമാണ് ഈ ജൻസി വിഭാഗം എന്നാണല്ലോ പലരും പറഞ്ഞുകൊണ്ടിരുന്നത്. അരാഷ്ട്രീയമാണ്, അരാജകത്വമാണ് എന്നൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ല എന്നവർ തെളിയിച്ചല്ലോ ഈ ഇന്ത്യയിൽ. അവരെ ബാധിക്കുന്നത് മാത്രമല്ല, ജനതയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ഈ പുതിയ തലമുറ, ഈ ജൻസി തലമുറ, വിദ്യാർത്ഥി, ഇന്ന് അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം അല്പം മുന്നോട്ടേക്ക് പോയ യുവജന വിഭാഗം, അവർ ചേർന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന് 12 കൊല്ലമായി ഇനി എന്താണ് വഴി എന്നാലോചിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി വഴിയൊന്നുമില്ല, ഇത് തുടരുക തന്നെയാണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ധരിച്ചു പോയവർക്ക് മുമ്പിൽ കൃത്യമായ ഒരു ധാരണ നമുക്ക് വന്നു. ഇതങ്ങനെ പോവില്ല. സാമൂഹ്യ വികാസ പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടുലമായ വ്യത്യാസങ്ങൾ വരുന്നത് നിശ്ചലമായി നിൽക്കുന്ന ഒരു കാലത്തിൻ്റെ തുടർച്ചയിലായിരിക്കും. ഇതൊരു സാമൂഹ്യ നിയമമാണ്. ഒരു 10-12 കൊല്ലം ഇങ്ങനെ നിശ്ചലമായിട്ട് നിൽക്കും. പക്ഷേ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അതിശക്തമായ മുന്നേറ്റത്തിൻ്റെ, കുതിപ്പിൻ്റെ അടയാളപ്പെടുത്തലുകൾ നമുക്ക് കാണാൻ കഴിയും. ലോകത്ത് എവിടെയായാലും ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി രാജ്യത്ത് നിലനിർത്താനാവുമോ? സ്വാതന്ത്ര്യദിനം ഇന്നലെയാണ് ആഘോഷിച്ചത്, 80ാം ദിനം. ഈ ഭരണഘടനയും അതിൻ്റെ ഭാഗമായിട്ടുള്ള ജനാധിപത്യ മൂല്യങ്ങളും തുടർന്ന് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാനാകുമോ എന്ന ചോദ്യം ഈ ഇന്ത്യ അതിശക്തമത്തായിട്ട് ചോദിക്കുന്ന ഘട്ടത്തിലാണ് തെറ്റായ നിലപാടിനെ മുട്ടുകുത്തിക്കാനുള്ള ശക്തി ബഹുജന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കും യുവജന പ്രസ്ഥാനങ്ങൾക്കും ഈ ഇന്ത്യയിലുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അതൊരു ബഹുജന മുന്നേറ്റമാണ്. അത് സാമൂഹ്യ ജീവിതത്തിന്റെ മുന്നേറ്റുള്ള പ്രയാണത്തിന്റെ നിർണായകമായ കരുത്തായി, ശക്തിയായി നിലകൊള്ളും എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ട്. അത് ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തെ പറ്റി പറയുമ്പോഴും ഞാൻ ഈ പറഞ്ഞതുപോലെ ഇനി എങ്ങനെ മുന്നോട്ടേക്ക് പോകാം എന്നുള്ളതിന് നല്ല രീതിയിൽ ശാസ്ത്രീയമായി കൃത്യമായ പ്രായോഗിക അനുഭവത്തിന്റെ ഭാഗമായിട്ട് നമുക്കിവിടെ ഇരിക്കുന്നവരെല്ലാം ആ അനുഭവമുള്ളവരാണ്. ആ അനുഭവങ്ങളെല്ലാം ചേർത്ത് നമുക്ക് ഈ രാജ്യത്തിന്റെ മുമ്പിൽ നൽകാൻ കഴിയുന്ന ഒരു പ്രത്യശാസ്ത്രപരമായ കാഴ്ചപ്പാട് തന്നെ രൂപപ്പെടുത്താൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ അനുഭവങ്ങൾ കൂടിച്ചേർന്ന് നമ്മുടെ നിയമങ്ങളെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുമ്പോഴാണ് പുതിയ പ്രത്യശാസ്ത്ര ഉള്ളടക്കം വരിക. ആ പ്രത്യശാസ്ത്രപരമായ ഉള്ളടക്കത്തിലേക്ക് പോകാൻ കേരളത്തെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകത്തിന്റെ മുമ്പിൽ മാതൃകയാക്കിയ ഈ കേരളത്തെ ഇനിയും അങ്ങോട്ട് ഒരു 10-25 വർഷക്കാലം മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് കഴിഞ്ഞ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തെ, ഈ ജൻസി വിഭാഗത്തെ കൂടി ചേർത്ത്, പുതിയ തലമുറയെ കൂടി ചേർത്ത് എങ്ങനെ ഫലപ്രദമായി കേരളത്തിന്റെ വികസന ഉള്ളടക്കത്തെ സമ്പുഷ്ടപ്പെടുത്താം. പഴയകാലത്തെ റോഡും പാലവും അതുപോലെ തന്നെ തോടും അതൊന്നും പറഞ്ഞിട്ട് വലിയ കാര്യമില്ലേ, അതൊക്കെ ഇപ്പം നിലവിലുണ്ട്.
അപ്പോഴൊക്കെ അതിനൊക്കെ വേണ്ടി വരുന്ന ഗ്രാമസഭകളിലെ എണ്ണം കൂടുതലായിരുന്നു. ദാരിദ്ര്യം, അതുപോലെ പെൻഷൻ, അതുപോലെ വിവിധ പ്രശ്നങ്ങൾ നിരവധി പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ പട്ടണവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്രാമങ്ങൾ ഉൾപ്പെടെ. ഗ്രാമങ്ങൾ ഇല്ലാതാവാൻ പോവുകയാണ്, എല്ലാം നഗരമായി മാറുകയാണ്. കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ അങ്ങനെയെല്ലാമുള്ള പശ്ചാത്തലത്തിൽ നല്ല വിദ്യാഭ്യാസം നേടുന്ന പുതിയ തലമുറ, 57 തലമുറയല്ല ഇപ്പോഴുള്ളത്. 57 സ്കൂൾ പഠിക്കാൻ തയ്യാറുണ്ടായിരുന്നില്ല, സ്കൂളിലേക്ക് പോയിരുന്നില്ല. അപ്പോഴാണ് മുണ്ടശ്ശേരിയും അതുപോലെ തന്നെ EMS പറഞ്ഞത് നിങ്ങൾ സ്കൂളിലേക്ക് വന്നോ, കഞ്ഞി തരാമെന്ന്. ഇപ്പോൾ പറയുമ്പോൾ കഞ്ഞി, ഇവിടെ ബിരിയാണിയെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. അന്ന് കഞ്ഞി തരാ പറഞ്ഞപ്പോഴാണ് കുട്ടികളെയും കൊണ്ട് സ്കൂളിലേക്ക് ഓടിയത് അമ്മമാര്, അതുപോലത്തെ രക്ഷിതാക്കൾ. കാരണം എന്താ? പട്ടിണിയായിരുന്നു. 61 സെൻസസിൽ ഏറ്റവും കൂടുതൽ പട്ടിണിയിലേക്ക് താഴെയുള്ള മനുഷ്യരുള്ള നാട് ഈ കേരളമായിരുന്നു. ഇപ്പോൾ പട്ടിണിയാണ്. ആ പട്ടിണിയിൽ നിന്ന് അവർക്ക് ഒരു നേരത്തെ കഞ്ഞിയെങ്കിലും മക്കൾക്ക് കിട്ടുന്ന രീതി വന്നപ്പോൾ അവർ കുട്ടികളെയും കൊണ്ട് സ്കൂളിലേക്ക് ഓടുന്ന നിലയാണ് ഉണ്ടായിരുന്നത്. അവിടെയാ തുടക്കം. ഇന്ന് അഭ്യസ്തവിദ്യരല്ലാത്ത യുവതി യുവാക്കൾ കേരളത്തിൽ ഒരു കുടുംബത്തിലുമില്ല.